നമസ്തേ. നമ്മളിന്ന് ചിന്തിക്കുന്നത് കൂടോത്രം അല്ലെങ്കിൽ ആഭിചാര കർമ്മം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ സുഗമമായി ചെയ്യുന്ന ഒരു ക്രിയയായി മാറിയിരിക്കുകയാണ് ഈ ആഭിചാര കർമ്മങ്ങൾ. നമുക്ക് ശത്രുവായി തോന്നുന്നവരെ അവരോട് കലഹിക്കാതെയും മറ്റുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാതെയും വളരെ സുഗമമായി അവരോട് സ്നേഹം ഭാവിച്ച് നിന്ന് അവരെ നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആയുധമായാണ് ഇന്നെല്ലാവരും ഈ ആഭിചാര കർമ്മങ്ങളെ കണ്ടുവരുന്നത്. എല്ലാ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ഇന്നിപ്പോൾ ഈ ഒരു ആഭിചാര കർമ്മങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതായി കാണുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ആഭിചാരം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. പ്രധാനമായും മാരണം, സ്തംഭനം, ഉച്ചാടനം ഇങ്ങനെയുള്ള രീതികളിലാണ് ആഭിചാര കടുത്ത പ്രയോഗങ്ങൾ ചെയ്യുന്നത്. ആഭിചാര കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാന ഘട്ടമായ സ്തംഭനമാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഒരു വ്യക്തിയെ പൂർണ്ണമായും കഴിവുകെട്ടവരാക്കി മാറ്റുകയും അവരെ അവരുടെ പ്രവൃത്തി മേഖലകളിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി അവരെ പൂർണ്ണമായും അവരുടെ കഴിവുകളെ നഷ്ടപ്പെടുത്തി അവരെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയായിട്ടാണ് ഇന്നിപ്പോൾ സ്തംഭനം ചെയ്തു പോരുന്നത്. ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ മാനസിക വൈകൃതമാണ് അതിന് കാരണം. ആ ചെയ്യുന്ന കർമ്മികളും അതേ വൈകൃതമുള്ളവരാകുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടിയിരിക്കും. ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതെല്ലാം അവരുടെ ആ ഇംഗിതത്തിനനുസരിച്ചായിരിക്കും. അവരാരാധിക്കുന്ന ദേവതയും ആ ഭാവത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ എത്രയും ദുഷ്കരമാകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും തിരിച്ചറിയുന്നത് വീട്ടിൽ കലഹം ഉണ്ടാകുക, ചെയ്യുന്ന തൊഴിൽ നഷ്ടപ്പെടുക, കുടുംബ ഭദ്രത നഷ്ടപ്പെടുക, കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ സ്നേഹമില്ലാതെ വരിക, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക, എല്ലാവരോടും കലഹിച്ച് ഒറ്റയ്ക്ക് മാറിയിരിക്കുക, അധികം സംസാരിക്കാതിരിക്കുക, എപ്പോഴും ഇങ്ങനെ ചിന്തകളിൽ മുഴുകിയിരിക്കുക, അവരുടെ ആ മനോനില തന്നെ തകർക്കുന്ന രീതിയിലുള്ള അഭിചാര പ്രയോഗങ്ങൾ ഇപ്പോൾ അധികമായി കണ്ടുവരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭഘട്ടത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരങ്ങൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ സാധിക്കും. ഭഗവതിക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണെങ്കിൽ ശൂലിനി മന്ത്രത്താൽ രക്തപുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ഗുരുതി, മഹാശിവക്ഷേത്രത്തിലെ ഉഗ്രമൂർത്തിയാണെങ്കിൽ ശരഭമന്ത്രത്താൽ അർച്ചന, ഇങ്ങനെയുള്ള ക്രിയകൾ അതിന് പറ്റും. ക്രിസ്ത്യൻ ആചാരപ്രകാരമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റം വരുന്നതാണ്. മുസ്ലിം സമ്പ്രദായത്തിലാണെങ്കിൽ അവരുടെ നോമ്പോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വിശേഷാൽ ഇതിന് വേണ്ട പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നെ ലളിതാ സഹസ്രനാമ ജപം ഈ ദുഷ്ടശക്തികളെ മാറ്റുന്നതിന് ഉത്തമമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ മാറുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ, കടുക്, കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് എന്നിവ ഒഴിഞ്ഞ് അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ വിട്ടുമാറുന്ന. അതുപോലെ പാണലില, വെറ്റില ഇങ്ങനെയുള്ള വസ്തുക്കളിലും കൂടെ ചേർത്ത് ഒഴിഞ്ഞ് അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള ആഭിചാരക്രിയകളും ആരംഭഘട്ടത്തിലുള്ള ആഭിചാര പ്രയോഗങ്ങളും വിട്ടുമാറുന്നതായിരിക്കും. അഥവാ കടുത്ത പ്രയോഗത്തിലുള്ള മന്ത്രപ്രയോഗങ്ങളാണ് ആൾരൂപം സങ്കല്പിച്ച് വെച്ച് ബന്ധിച്ച് സ്തംഭനം ചെയ്തിട്ടുള്ള മാന്ത്രിക പ്രയോഗങ്ങളാണെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള മാന്ത്രികന്മാരെ കണ്ട് അതിൻ്റെ പരിഹാരക്രിയകൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്നും മുക്തരാവാൻ സാധിക്കുകയുള്ളൂ. നമസ്തേ.